നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൻവയോൺമെൻറ്റ് ആൻഡ് ഇക്കോളജിയുടെ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റ് ആൻഡ് ഇക്കോളജിക്ക് ഇപ്പോൾ നമുക്ക് UPSC എക്സാമിന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ വരും. ഒരു മോർ ദാൻ 15 ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ വർഷവും വരാറുണ്ട്. ഒരു 15ൽ കൂടുതൽ എല്ലാ വർഷവും വരും. ഈയിടെയായിട്ട് അതിൻ്റെ വെയിറ്റേജ് കുറച്ച് കൂടുതലുമാണ്. കാരണം നമുക്കറിയാം ഇന്ത്യൻ ഫോറസ്ട്രി സർവീസിൻ്റെ പ്രിലിംസും UPSC പ്രിലിംസും ഒരുമിച്ചാണ്. അപ്പോൾ ഫോറസ്ട്രി സർവീസ് നോക്കുന്ന ആൾക്കാരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റേജ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കാനുണ്ട്. അതിൽ ബേസിക് കൺസെപ്റ്റ്സ് ആയിട്ടുള്ള ഇക്കോളജി, ഇക്കോളജിക്കൽ നീഷ്, എക്കോട്ടോൺ, ബയോട്ടിക് ഇൻട്രാക്ഷൻ, ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, ഇങ്ങനെ നമ്മൾ പണ്ട് സ്കൂൾ മുതലേ പഠിച്ചിട്ടുള്ള കുറേ കൺസെപ്റ്റ് ഉണ്ട്. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും നോക്കാനുള്ളത്. അത്ര പാടുള്ള ടോപ്പിക്സ് ഒന്നുമല്ല, കുറച്ച് സിമ്പിളായിട്ടുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യത്തേതാണ് യൂറിതേർമൽ ആൻഡ് സ്റ്റീനോതേർമൽ ഓർഗാനിസം. നമുക്കറിയാം ജീവികൾ പലതരത്തിലുണ്ട്. പലതരത്തിലുള്ള ജീവികൾ എന്ന് പറയുമ്പോൾ പല വൈഡ് വെറൈറ്റി ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ കണ്ടീഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, ഇതെല്ലാം ജീവിക്കുന്ന ജീവികളുണ്ട്. നമുക്കറിയാം ഇക്വേറ്റർ റീജിയനിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നമുക്കിപ്പോൾ മാൽഡീവ്സ്, ഇന്തോനേഷ്യ അവിടങ്ങളിൽ ജീവിക്കുന്ന ജീവികളായിരിക്കില്ല റഷ്യയിലോ US-ലോ ഒക്കെ ജീവിക്കുന്നത്. അപ്പോൾ ജീവിക്കുന്ന റീജിയൻ എവിടെയാണോ, ലൊക്കേഷൻ എവിടെയാണോ, ജോഗ്രഫി എവിടെയാണോ അതിനനുസരിച്ചൊക്കെ ജീവികളിൽ പല മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണിത്. അപ്പോൾ ഇതിൽ വരുന്നതാണ് യൂറിതേർമൽ ആൻഡ് സ്റ്റീനോതേർമൽ ഓർഗാനിസം. യൂറിതേർമൽ ആൻഡ് സ്റ്റീനോതേർമൽ ഓർഗാനിസം എന്ന് പറയുമ്പോൾ അതിൽ ബേസിക്കലി ഇവരുടെ ടെമ്പറേച്ചേഴ്സാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഇവർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ജീവി അതിന് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ ആ ജീവിയെ നമ്മൾ എന്താ പറയുന്നത്, യൂറിതേർമൽ ഓർഗാനിസം എന്ന് പറയും. വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ കേസ് എടുക്കാം. നമ്മളിപ്പോൾ ഒരു ട്രിപ്പിന് നമ്മളിപ്പോൾ ഒരു ലഡാക്കിൽ ട്രിപ്പിന് പോയപ്പോൾ അവിടെ എപ്പോഴും അവിടെ ലഡാക്ക് എന്ന് പറയുമ്പോൾ നല്ല തണുപ്പാണ്, മിക്കപ്പോഴും മൈനസാണ്. വിൻ്ററൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് -10, -15 ഒക്കെ പോകും. അങ്ങനെയുള്ള സ്ഥലത്ത് പോയാലും നമ്മൾ പോകുന്നുണ്ട്, നമ്മൾ കട്ടിയുള്ള ജാക്കറ്റൊക്കെ ഇടും, നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതേ നമ്മൾ തന്നെ ചിലപ്പോൾ താർ ഡെസേർട്ടിലാണ് പിന്നീട് പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ പോയാലും കുറച്ച് ചൂടായിരിക്കും, നന്നായിട്ട് നമ്മൾ വിയർക്കും, എന്നാൽ പോലും നമ്മൾ അവിടെ പിടിച്ചു നിൽക്കും. അപ്പോൾ ഇതെന്താണ്, നമ്മളുടെ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, പലതരത്തിലുള്ള ടെമ്പറേച്ചറിൽ നിൽക്കാൻ ഹ്യൂമൻസിന് പറ്റും. ഇത് അത്ര എക്സ്ട്രീമിൽ നിൽക്കാൻ പറ്റുമെന്നല്ല, പക്ഷേ കുറേയൊക്കെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ നമുക്ക് -15 നിൽക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡെസേർട്ടിലുള്ള 45-50 ഡിഗ്രി ടെമ്പറേച്ചറിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഹ്യൂമൻസിനെയൊക്കെ പോലെ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റുന്ന ജീവികളെയാണ് നമ്മൾ യൂറിതേർമൽ ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ഹ്യൂമൻസ്. പിന്നെ പലതരത്തിലുള്ള ആനിമൽസ് ഉണ്ട്, ഡോഗ്, ഗോട്ട്, മങ്കി, കുറേ മാമൽസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, അതായത് കൂടിയ ടെമ്പറേച്ചർ, കുറഞ്ഞ ടെമ്പറേച്ചർ, ഇതാണ് വൈഡ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ വെറൈറ്റി ഓഫ് അല്ലെങ്കിൽ ഇത്രയും ചേഞ്ച് വരുന്ന ടെമ്പറേച്ചറിൽ പോലും ജീവിക്കാൻ പറ്റുന്ന ജീവികളാണെങ്കിൽ അവരെ നമ്മൾ യൂറിതേർമൽ ഓർഗാനിസം എന്ന് വിളിക്കും. അപ്പോൾ ഇനി അടുത്തതാണ് സ്റ്റീനോതേർമൽ ഓർഗാനിസം. സ്റ്റീനോതേർമൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഈ ജീവികൾക്ക് അവർ ജീവിക്കുന്ന അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണോ അത്ര മാത്രമേ ഇവർക്ക് പറ്റുള്ളൂ. അതിൽ നിന്ന് ഒരു വലിയൊരു ചേഞ്ച് വരുവാണെങ്കിൽ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെൻഗ്വിൻ്റെ കേസ് എന്താണ്? പെൻഗ്വിൻ അന്റാർട്ടിക്കിലാണ്, സൗത്ത് പോളിലാണ് പെൻഗ്വിൻ ജീവിക്കുന്നത്. അപ്പോൾ ഈ സൗത്ത് പോളിലുള്ള അത്രയും ഒരു -10 അല്ലാത്ത വേറൊരു സ്ഥലത്ത് പെൻഗ്വിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പെൻഗ്വിൻസ് നമുക്ക് അന്റാർട്ടിക്കയിൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ പെൻഗ്വിനെ പിടിച്ച് നമുക്ക് ഇക്വേറ്ററിലോ ട്രോപ്പിക്സിലോ ഇട്ടാൽ പെൻഗ്വിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ നമ്മളുടെ അല്ലാതെ ചൂടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന പല ജീവികളുണ്ട്. അവർക്ക് തണുപ്പുള്ള അല്ലെങ്കിൽ തണുപ്പിലൊരു വേരിയേഷൻ വരുന്ന വലിയൊരു വേരിയേഷൻ വരുവാണെങ്കിൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റാതെ അവരൊരു സ്മോൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ തന്നെയാണ് സർവൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്നതാണ് സ്റ്റീനോതെർമൽ ഓർഗാനിസം. സ്റ്റീനോതെർമൽ ഓർഗാനിസംസിനും കുറച്ച് എക്സാമ്പിൾ നമ്മൾ ഇതിൽ തന്നിട്ടുണ്ട്. പെൻഗ്വിൻ ഉണ്ട്, പൈത്തൺ, ക്രോക്കഡൈൽ, ക്രസ്റ്റേഷ്യൻ, ഇൻസെക്ട്, ഇതൊക്കെയുണ്ട്. ക്രസ്റ്റേഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കത് ഞണ്ട് വർഗ്ഗത്തിൽപ്പെട്ട ജീവികളാണ് ക്രസ്റ്റേഷ്യനിൽ വരുന്നത്. ഞണ്ടൊക്കെ ക്രസ്റ്റേഷ്യൻ ഞണ്ടിൽ വരുന്ന ജീവികളാണ്. അപ്പോൾ ഇതാണ് യൂറിതേർമൽ ഓർഗാനിസംസ് ആൻഡ് സ്റ്റീനോതെർമൽ. യൂറിതേർമൽ എന്ന് പറയുമ്പോൾ അവർക്ക് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റും. സ്റ്റീനോതെർമൽ എന്ന് പറയുമ്പോൾ ഒരു നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ യൂറിതേർമൽ ആൻഡ് സ്റ്റീനോതെർമൽ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കൺസെപ്റ്റിലേക്ക് പോകാം. മറ്റൊരു കൺസെപ്റ്റാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്കോളജി, ജീവികളെ നമ്മൾ പലതരത്തിൽ, അതായത് ഒരു
ഒരു ഇൻഡിവിജ്വൽ എന്താണ്, ഇൻഡിവിജ്വലിനേക്കാളും കൂടിയതാണ് പോപ്പുലേഷൻ, പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി വരും, പിന്നെ നമുക്ക് അതിനേക്കാളും കൂടിയ ലെവലിൽ ഇക്കോസിസ്റ്റം വരും. അപ്പോൾ ഈ ഒരു ഹൈറാർക്കി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ നോക്കുന്നത്. ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാം 4 ലെവൽസ് ഉണ്ട്. ഏറ്റവും താഴെ ബേസ് ലെവലാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ കൊടുത്തിട്ടുള്ളത്? ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഒരു ജീവി, അതായത് ഇതിലിപ്പോൾ ഒരു ആൻറ്റീലോപ്പ്, ഒരു മാനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു മാൻ, ഒരു മുയൽ അല്ലെങ്കിൽ ഒരു മങ്കി, ഏതാണെങ്കിലും ഒരു സ്പീഷീസിൽപ്പെട്ട ഒരു ഇൻഡിവിജ്വൽ, അതിൽ സിംഗിൾ ജീവി, അതാണ് ഇൻഡിവിജ്വൽ എന്ന് നമ്മൾ പറയുന്നത്. ഒരു മങ്കി അല്ലെങ്കിൽ ഒരു കാറ്റ് എല്ലാം ഇൻഡിവിജ്വലിന് എക്സാമ്പിളാണ്. ഇനി ഒരേ സ്പീഷീസിൽപ്പെട്ട, ഒരേ വർഗത്തിൽപ്പെട്ട കുറേ ഇൻഡിവിജ്വൽസ്, ഒരു കൂട്ടം ജീവികൾ അവിടെ ഉണ്ട്. അതായത് ഒരു കൂട്ടം മാനുകൾ, ഒരു കൂട്ടം മുയലുകൾ, ഇതെല്ലാം സിംഗിൾ സ്പീഷീസിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? പോപ്പുലേഷൻ എന്ന് വിളിക്കും. അതായത് കുറേ ഇൻഡിവിജ്വൽസിൻ്റെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ നമ്മൾ പോപ്പുലേഷൻ എന്ന് വിളിക്കും. ഇനി അടുത്തതാണ് കമ്മ്യൂണിറ്റി. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കുറേ മാനുകളുണ്ട്, ഇതേപോലെ കുറേ മുയലുകളും, ഇങ്ങനെ പലതരത്തിലുള്ള പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ ഈ പലതരത്തിലുള്ള പോപ്പുലേഷനിലുള്ള പല സ്പീഷീസ് ഒരുമിച്ച് ജീവിക്കുന്നതിനെ നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. ഇപ്പോൾ 3rd ഇമേജിൽ നിങ്ങൾക്ക് കാണാം, അതിൽ എന്തൊക്കെയുണ്ട്? സീബ്രയുണ്ട്, മാനുണ്ട്, പിന്നെ ബൈസൺ, കുതിര, അങ്ങനെ കുറേ ജീവികളുണ്ട്. പിന്നെ എമു പോലെ ഒരു ബേർഡ് ഉണ്ട്, എമു ഓസ്ട്രിച്ചൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ബേർഡ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതാണ് എന്ത്? കമ്മ്യൂണിറ്റി. അപ്പോൾ പല സ്പീഷീസിലുള്ള അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ ഉണ്ടാവും, അതാണ് കമ്മ്യൂണിറ്റി. ഇനി അടുത്തതാണ് ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി അവർ ഈ നോൺ ലിവിങ് എൻവയോൺമെൻറ്റുമായിട്ട് ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ, അതായത് നോൺ ലിവിങ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും? എയർ ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. ഇതെല്ലാത്തിൻ്റെയും കൂടെ ഈ കമ്മ്യൂണിറ്റി പലതരത്തിലുള്ള സ്പീഷീസ് ഇടകലർന്ന് ഈ ഒരു നോൺ ലിവിങ് എൻവയോൺമെൻറ്റിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് ഇക്കോസിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതാണ് 4 ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ആദ്യത്തേത് ഇൻഡിവിജ്വൽ, പിന്നെ പോപ്പുലേഷൻ, പിന്നെ കമ്മ്യൂണിറ്റി, പിന്നെ ഇക്കോസിസ്റ്റം. ഇത്രയുമാണ് നമുക്ക് 4 ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ വരുന്നത്. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഹൈറാർക്കി പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇക്കോസിസ്റ്റം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇക്കോസിസ്റ്റത്തിനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പല ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഇപ്പോൾ ഒരു ക്ലാസിഫിക്കേഷനാണ് നമുക്ക് നാച്ചുറൽ എക്കോസിസ്റ്റം, മാൻമെയ്ഡ് എക്കോസിസ്റ്റം. അതായത് മാൻമെയ്ഡ് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മനുഷ്യനിർമ്മിതമായതെന്നാണ് മാൻമെയ്ഡ് എക്കോസിസ്റ്റത്തിന്റെ മീനിങ് വരുന്നത്. ഇനി അപ്പോൾ മാൻമെയ്ഡ് ഞാൻ ഇതിൽ തന്നിട്ടില്ല, ഇതിൽ നാച്ചുറൽ മാത്രമാണ്. അപ്പം മാൻമെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു കുളം ഉണ്ടാക്കി, അത് മാൻമെയ്ഡ് എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. പിന്നെ അല്ലെങ്കിൽ ഒരാളുടെ ഒത്തിരി പറമ്പുണ്ട്, അവിടെ അദ്ദേഹം ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കുകയാണ്, കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഒരു കാട് പോലെ ആക്കുകയാണെങ്കിൽ അതും മാൻമെയ്ഡ് എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇങ്ങനെ മനുഷ്യനിർമ്മിതമായ എല്ലാം മാൻമെയ്ഡ് എക്കോസിസ്റ്റത്തിലാണ് വരുന്നത്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നാച്ചുറൽ ഇക്കോസിസ്റ്റമാണ്. നാച്ചുറൽ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ, അതായത് പ്രകൃതി തന്നെ നിർമ്മിച്ചത്, അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം, പിന്നെന്താണ്? അക്വാട്ടിക് ഇക്കോസിസ്റ്റം. ഇങ്ങനെ 2 ഇക്കോസിസ്റ്റമാണ് അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ കരയിലുള്ളത്. ഓക്കെ, കരയിൽ കാണുന്ന നാച്ചുറൽ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, ഇതെല്ലാം എക്സാമ്പിളാണ്. അടുത്തത് അക്വാട്ടിക്. അക്വാട്ടിക്കിൽ വരുമ്പോൾ എന്തൊക്കെ? അക്വാട്ടിക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? വെള്ളത്തിലുള്ളത്. ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം ഉണ്ട്. ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? നമ്മളുടെ വീടിനടുത്തുള്ള തോടുണ്ടാവും, ചെറിയ അരുവി, റിവർ, ഇതെല്ലാം ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഫ്രഷ് വാട്ടർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വെള്ളത്തിലെ സലൈനിറ്റി, ഓക്കെ, ഉപ്പിൻ്റെ അംശം കുറവായിരിക്കും. നമ്മൾ PPT വെച്ചാണ് ഉപ്പിൻ്റെ അംശം പറയുന്നത്. അതായത് ഉപ്പിൻ്റെ അംശം പാർട്സ് പെർ 1000, അതാണ് PPT. പാർട്സ് പെർ 1000 ആണ് PPT. അപ്പോൾ 5 PPTയിൽ താഴെയാണ് ഒരു വെള്ളത്തിൻ്റെ സലൈനിറ്റി എങ്കിൽ നമ്മൾ ആ വെള്ളത്തിന് എന്ത് പറയും? ഫ്രഷ് വാട്ടർ എന്ന് വിളിക്കും. ഇനി ഇവിടെ സലൈൻ അല്ലെങ്കിൽ ബ്രാക്കിഷ് എന്ന് നമ്മൾ പറയും. ഞാൻ എഴുതി കാണിക്കാം. ബ്രാക്കിഷ്. ബ്രാക്കിഷ്, BRACKISH, ബ്രാക്കിഷ്. സലൈൻ അല്ലെങ്കിൽ ബ്രാക്കിഷ് വാട്ടർ ഉണ്ട്. അപ്പോൾ ഈ സലൈൻ അല്ലെങ്കിൽ ബ്രാക്കിഷ് വാട്ടർ, അതും ഇതിന് സലൈൻ അല്ലെങ്കിൽ ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സലൈനിറ്റി 5 പാർട്സ് പെർ 1000 കൂടുതലായിരിക്കും. 5 പാർട്സ് പെർ 1000 കൂടുതലായിരിക്കും, പക്ഷെ അത് എന്താണ്? അത് 35 പാർട്സ് പെർ 1000 താഴെയുമായിരിക്കും. അങ്ങനെയുള്ള വെള്ളത്തിനെ നമ്മൾ എന്ത് വിളിക്കും? സലൈൻ വാട്ടർ അല്ലെങ്കിൽ ബ്രാക്കിഷ് വാട്ടർ എന്ന് വിളിക്കും.
അടുത്തതാണ് മറൈൻ വാട്ടർ എന്ന് പറയുമ്പോൾ സലൈനിറ്റി, ആ വെള്ളത്തിന്റെ സലൈനിറ്റി 35 പാർട്സ് പെർ 1000 കൂടുതലായിരിക്കും. അപ്പോൾ ഉപ്പിന്റെ അംശം കൂടുതലായിരിക്കും, സലൈനിറ്റി കൂടുതലായിരിക്കും. അങ്ങനെയുള്ള വെള്ളത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ മറൈൻ വാട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇക്കോസിസ്റ്റം വരുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എന്താണ്? ഇക്കോസിസ്റ്റം സർവീസസ് ആണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. ഇക്കോസിസ്റ്റം സർവീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ആ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ ഈ എക്കോസിസ്റ്റം ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അതായത് ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്? അതാണ് എക്കോസിസ്റ്റം സർവീസസ്, അല്ലെങ്കിൽ എക്കോസിസ്റ്റം നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, കുറച്ചൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലാതെ നമുക്ക് തന്നെ പറയാവുന്നതേ ഉള്ളൂ, അത് തന്നെ വായിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. സോ പ്രൊവിഷൻ ഓഫ് ഫുഡ്, ഫ്യൂവൽ ആൻഡ് ഫൈബർ, നമുക്ക് ആവശ്യത്തിന് ഭക്ഷണവും ഫ്യൂവലും ഇതെല്ലാം കിട്ടുന്നുണ്ട്. ഷെൽട്ടർ ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. പ്യൂരിഫിക്കേഷൻ ഓഫ് എയർ ആൻഡ് വാട്ടർ, പിന്നെ ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് വേസ്റ്റ്, സ്റ്റെബിലൈസേഷൻ ആൻഡ് മോഡറേഷൻ ഓഫ് എർത്ത്സ് ക്ലൈമറ്റ്. നമുക്കറിയാം ഈ മരങ്ങളും കാടുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മഴ കിട്ടുന്നതും. പിന്നെ അതേപോലെ ഇപ്പോൾ നമുക്ക് ഫ്ലഡൊക്കെ വരുന്നുണ്ട്. ഫ്ലഡൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? വെറ്റ്ലാൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വെറ്റ്ലാൻഡ്സിലൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്ലഡ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ചെന്നൈയിലൊക്കെ റീസെന്റ് ഫ്ലഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു റീസൺ പറയുന്നത് അവിടെ കുറേ വെറ്റ്ലാൻഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെന്നൈയിലുള്ള പള്ളിക്കരണൈ മാർഷ് റിസർവ് ഉണ്ട്, അതൊരു വെറ്റ്ലാൻഡ് ആണ്. അത് നമുക്ക് റാംസർ സൈറ്റ് എന്ന് പറഞ്ഞാൽ വെറ്റ്ലാൻഡ് കൺസർവേഷന് വേണ്ടി നമ്മളൊരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റാംസർ ലിസ്റ്റിലും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട ഒരു വെറ്റ്ലാൻഡ് ആണ് പള്ളിക്കരണൈ മാർഷ് റിസർവ്. ആ ഒരു പള്ളിക്കരണൈ മാർഷ് റിസർവിനും ഒത്തിരി സ്ഥലത്ത് എൻക്രോച്ച്മെന്റ് നടന്ന് അതിന്റെ ഏരിയ ഒക്കെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ചെന്നൈയിൽ ഇപ്പോൾ റീസെന്റ് ഫ്ലഡ്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സ്ഥിരമായി ഫ്ലഡ് ഉണ്ടാവുന്നത് ആ ഒരു വെറ്റ്ലാൻഡിലുണ്ടായ പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എക്കോസിസ്റ്റം സർവീസസ് ആണ്. ഇപ്പോൾ ഫ്ലഡ് വരുന്നു, ഇനിയിപ്പോൾ ഡ്രോട്ട് ഇല്ലാതെ നോക്കുന്നു, വരൾച്ച ഇല്ലാതെ നോക്കുന്നു, പിന്നെ ഇവിടെ ടെമ്പറേച്ചർ എക്സ്ട്രീം ഒന്നും ഇല്ലാതെ, അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന സ്ഥലത്ത് നമുക്ക് ടെമ്പറേച്ചർ സമ്മർ ആണെങ്കിൽ കൂടിപ്പോൾ ഒരു 32, 33 ഒക്കെയാണ് നമുക്ക് ടെമ്പറേച്ചർ വരുന്നത്. വിന്റർ ആണെങ്കിൽ അത് തന്നെ 27, 26. നമ്മളൊരു ട്രോപ്പിക്സിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയത്തക്ക ഒരു വിന്റർ ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ ഇതെല്ലാം നോക്കുന്നത് ആരാ? ഇതെല്ലാം അല്ലെങ്കിൽ ഒരു മോഡറേഷനിൽ നിലനിർത്തുന്നത് ആരാ? അതെല്ലാം ചെയ്യുന്ന എക്കോസിസ്റ്റം സർവീസസിന്റെ ഭാഗമാണ്. പിന്നെ മറ്റൊരു സർവീസസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ജനറേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്ലൂഡിങ് ന്യൂട്രിയൻ സൈക്ലിംഗ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൈസോബിയം, പയറുചെടിയുടെ റൂട്ട് നോഡ്യൂൾസിൽ ആരുണ്ട്? റൈസോബിയം ബാക്ടീരിയ ഉണ്ട്. അതെന്ത് ചെയ്യും? ഈ നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സോയിലിൽ നൈട്രജൻ ആഡ് ആകും. അപ്പോൾ സോയിലിന് എന്ത് ചെയ്യും? അപ്പോൾ ഒത്തിരി ന്യൂട്രിയൻസ് സോയിലിന് കിട്ടും. അതെല്ലാം ന്യൂട്രിയൻ സൈക്കിളിന്റെ ഭാഗമാണ്, അതായത് നൈട്രജൻ സൈക്കിളിന്റെ ഭാഗമാണ്. നമുക്ക് കാർബൺ സൈക്കിളും ഫോസ്ഫറസ് സൈക്കിളും അങ്ങനെ കുറേ സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ ഓരോ സൈക്കിൾ വഴി ന്യൂട്രിയൻസ് സോയിലെത്തും. അത് സോയിൽ ഫെർട്ടിലിറ്റിക്ക്, നമ്മളുടെ കൃഷി ചെയ്യാനും സോയിൽ ഫെർട്ടിലിറ്റിക്ക് എല്ലാം അതാണ് കാരണം. പിന്നെ അടുത്തൊരു സർവീസ് എന്താണ്? പോളിനേഷൻ ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സിൽ പോളിനേഷൻ നടക്കുന്നതും ഇതെല്ലാം നമ്മൾ ഇത്രയും പറഞ്ഞത് എക്കോസിസ്റ്റം സർവീസസിന്റെ ഭാഗമാണ്. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ എക്കോസിസ്റ്റം സർവീസസ്. ഇനി അടുത്തൊരു കൺസെപ്റ്റ് ആണ് ബയോസ്ഫിയർ. ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മൾ ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നമുക്ക് എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, വലിയ എക്സ്ട്രീം ഒന്നും ഇവിടെ ഒന്നിനുമില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ജീവിക്കുന്നു. അപ്പം അതാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടെ ഒരു ഡയഗ്രാം വരച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് അറ്റ്മോസ്ഫിയർ, ആണ്. ഇപ്പം ഇത് ഹൈഡ്രോസ്ഫിയർ. ഓക്കെ, ഇത് അറ്റ്മോസ്ഫിയർ, ഇത് ഹൈഡ്രോസ്ഫിയർ, ഇത് ലിഥോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് അന്തരീക്ഷം, ലിഥോസ്ഫിയർ എന്ന് പറഞ്ഞാൽ കരയുള്ള ഭാഗം. അപ്പോൾ ഈ തേർഡ് സർക്കിളിൽ വരുന്നത് ഹൈഡ്രോസ്ഫിയർ, നമുക്ക് വെള്ളമുള്ള ഭാഗം. അപ്പോൾ നമുക്ക് ജീവിക്കാൻ ഇത് മൂന്നും വേണം. അതായത് അറ്റ്മോസ്ഫിയർ വേണം, ലിഥോസ്ഫിയർ കരയുള്ള ഭാഗമാണ്, അപ്പോൾ പിന്നെ വെള്ളം വേണം, നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഡ്രിങ്കിങ്ങിന് മാത്രമല്ല എല്ലാ പേർപ്പസിനും നമുക്ക് വെള്ളവും വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള ഈ റീജിയൻ ഉണ്ടല്ലോ, ഈ ഷെയ്ഡ് റീജിയനില്ലേ, ഇതെല്ലാം കൂടെ കാണുന്ന ഈ റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഒരു നാരോ റീജിയൻ, ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം, ഇവിടെ ഈ മൂന്നും കൂടെ കൂടിച്ചേരുന്ന
ഒരു റീജിയനാണ് എന്ത് പറയുന്നത്, ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എയറും വാട്ടറും ഇതെല്ലാം നമുക്ക് ആവശ്യത്തിന് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ഥലങ്ങൾ എന്നുള്ള ഞാൻ പ്ലേസസ് എന്നുള്ള മീനിങ്ങിലല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ജിയോഗ്രഫിക്കലി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബയോസ്ഫിയർ ഇതിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ബയോസ്ഫിയർ. ലൈഫ് ഇൻ ബയോസ്ഫിയർ ഇസ് അബണ്ടന്റ് ബിറ്റ്വീൻ 200 meters below surface of ocean and about 6000 meters above sea level. ഇത്രയും സ്ഥലത്ത് മാത്രമാണ് നമുക്ക് എന്തുള്ളത്, നമുക്ക് ബയോസ്ഫിയർ ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്നും കൂടെ വരച്ചൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ സീ ലെവൽ, ഞാൻ ഈ വരച്ചതാണ് സീ ലെവൽ. അപ്പോൾ സീ ലെവൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ സമുദ്രത്തിൽ നിന്ന് എത്ര, അല്ലെങ്കിൽ ആ ഒരു സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മേലെയാണ് എത്ര താഴെയാണ് നമ്മൾ പറയില്ലേ, ഇതാണ് സീ ലെവൽ. അപ്പോൾ ഇവിടെ 200 മീറ്റർ ആണ്, ഇതാണ് 200 മീറ്റർ. സീ ലെവലിൽ നിന്നും നമുക്കൊരു 200 മീറ്റർ താഴെ വരെയുള്ള ഭാഗം, പിന്നെ സീ ലെവലിൽ നിന്നൊരു 6000 മീറ്റർ മേലെ വരെയുള്ള ഭാഗം. ഈ താഴെ വരെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ കടലിലേക്ക് ജസ്റ്റ് ഒരു 200 മീറ്ററും കൂടെ ഡെപ്തിലേക്ക് പോയി. അതിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, സൂര്യപ്രകാശം സൺലൈറ്റ് ആവശ്യത്തിനുണ്ടാവില്ല, ഓക്സിജൻ ആവശ്യത്തിനുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് പോകും തോറും, അതായത് ആഴക്കടലിലേക്ക് പോകും തോറും ഓക്സിജന്റെ അളവും ഓക്സിജൻ പിന്നെ ടെമ്പറേച്ചർ, പ്രഷർ ഇതിലെല്ലാം വേരിയേഷൻ വരും. അപ്പോൾ ഈ റീജിയനിലാണ് നമ്മൾ ഈ പറഞ്ഞ ഈ സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ താഴെ വരെയുള്ള ഭാഗങ്ങളിലാണ് കടലിൽ കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളത്. ബാക്കി സ്ഥലങ്ങളിലും പല കണ്ടീഷനിൽ ജീവിക്കാൻ പറ്റുന്ന ജീവികളുണ്ട്. ബട്ട് സ്റ്റിൽ ഈ റീജിയനിലാണ് കൂടുതൽ കംഫർട്ടബിൾ ഞാൻ ഉദ്ദേശിച്ചത് ഐഡിയൽ കണ്ടീഷൻ, അവർക്കൊക്കെ എല്ലാ ആക്ടിവിറ്റീസും നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു റീജിയനിൽ മാത്രമാണെന്നല്ല ബാക്കി സ്ഥലങ്ങളിലേക്കാണ്, പക്ഷേ ബയോഡൈവേഴ്സിറ്റി കൂടുതൽ ഈ ഒരു ബിറ്റ്വീൻ 0 to 200 മീറ്റേഴ്സിലാണ്. ഇനി നമ്മൾ അടുത്തെടുക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്, സീ ലെവലിൽ നിന്നും 6000 മീറ്റർ അബോവ് സീ ലെവൽ. അതെന്ന് പറയുമ്പോൾ 6000 എന്ന് പറയുമ്പോൾ വലിയ പർവ്വതങ്ങളൊക്കെ ഈ മൗണ്ടെയ്ൻസിൻ്റെ ഒക്കെ ടോപ്പായി, അവിടെ സ്നോ കവറൊക്കെ ഉള്ള റീജിയനൊക്കെ ആയി. അപ്പോൾ ഇതിന് നമ്മൾ മൗണ്ടെയ്ൻസിലേക്ക് അങ്ങോട്ട് പോകും തോറും ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരും, പ്രഷർ വേരിയേഷൻ വരും. നമുക്കറിയാം ഈ മൗണ്ടനിയറിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ അവരെന്ത് ചെയ്യും, പലപ്പോഴും അവർ പോകുമ്പോൾ അവർ ഓക്സിജനൊക്കെ കൂടെ കരുതിയിട്ടാണ് പോകുന്നത്. കാരണം ഈ 6000 മീറ്ററിൽ നിന്ന് മേലേക്ക് പോയാൽ ബയോസ്ഫിയർ ആവുന്നില്ല, അല്ലെങ്കിൽ ബയോസ്ഫിയർ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഈ ടെമ്പറേച്ചർ പ്രഷർ വേരിയേഷനൊക്കെ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവർ ഓക്സിജനൊക്കെ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ബയോസ്ഫിയർ ഈസ് ആബ്സെന്റ് അറ്റ് എക്സ്ട്രീംസ്. ഓക്കെ, നമുക്ക് എക്സ്ട്രീം നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഉണ്ട്, അവിടെ എക്സ്ട്രീമിറ്റിയാണ്, ടെമ്പറേച്ചർ എക്സ്ട്രീമിറ്റിയാണ്. അപ്പോൾ അവിടെ നമുക്ക് ബയോസ്ഫിയർ ആബ്സെന്റ് ആണ്. പിന്നെ ഹയസ്റ്റ് മൗണ്ടെയ്ൻസ്, ഡീപ്പസ്റ്റ് ഓഷ്യൻ, കാരണം ടെമ്പറേച്ചറും പ്രഷറും ഓക്സിജനും ഇതൊന്നും ആവശ്യത്തിനില്ല എന്നാണെങ്കിൽ ഒരു ലൈഫിനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കുന്ന ജീവികൾക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ബയോസ്ഫിയർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ബയോസ്ഫിയറും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.